കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പി ലിമിറ്റഡ് ആൻഡ് എസ് ലിമിറ്റഡ് എന്ന് പറയുന്ന 2 കമ്പനീസിൻ്റെ ഇൻഡിവിജ്വൽ ബാലൻസ് ഷീറ്റ് നമുക്ക് ആദ്യമേ തന്നിട്ടുണ്ട്. അതിൽ ടാഞ്ചിബിൾ അസറ്റ് തന്നിട്ടുണ്ട്. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എസ് ലിമിറ്റഡ്. എസ് ലിമിറ്റഡിൽ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് തന്നിരിക്കുന്നത്. അത് പർച്ചേസ് കൺസിഡറേഷനാണ്. അപ്പോൾ ഒരു കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൻ്റെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് കണ്ടാൽ സബ്സിഡിയറിയിൽ പാരൻറ്റ് കമ്പനിയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണത്, അത് പർച്ചേസ് കൺസിഡറേഷൻ്റെ എമൗണ്ട് ആണെന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ ഈക്വിറ്റി ആൻഡ് ലയബിലിറ്റിയും തന്നിട്ടുണ്ട്. ഇനി അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് പി ലിമിറ്റഡ് അക്യൂർഡ് 70% ഓഫ് ഈക്വിറ്റി ഷെയർസ് ഓഫ് എസ് ലിമിറ്റഡ് 2 years ago. 2 വർഷം മുന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പി ലിമിറ്റഡ് എസ് ലിമിറ്റഡിനെ അക്യൂർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പി എന്ന് പറയുന്നത് പാരൻറ്റ് കമ്പനിയും എസ് സബ്സിഡിയറി ആണെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ഈ സബ്സിഡിയറിയുടെ 70% ഷെയർസ് ആര് വാങ്ങിച്ചിട്ടുള്ളൂ? പി ലിമിറ്റഡ് വാങ്ങിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെ എന്തുണ്ട്? ഔട്ട്സൈഡർ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അതായത് ബാക്കി 30% സബ്സിഡിയറി കമ്പനിയുടെ 70% പാരൻറ്റ് കമ്പനിയുടെ കയ്യിലും ബാക്കി 30% ഷെയർസ് ഔട്ട്സൈഡർ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിലാണ്. അതായത് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ് അവിടെ ഉണ്ട് എന്നത് നമ്മൾ അപ്പം തന്നെ മനസ്സിലാക്കണം. ഇനി 100% ഷെയർസും അക്യൂർ ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിൻ്റെ കേസ് അവിടെ വരുന്നില്ല, അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സ് അവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ നമ്മൾ എങ്ങനെയാണെങ്കിലും മൈനോറിറ്റി കൺട്രോൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. ഇനി നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്, ഇത് അക്യൂസിഷൻ നടത്തിയ സമയത്ത്, അതായത് ഈ എസ് ലിമിറ്റഡിനെ ഇവർ പർച്ചേസ് ചെയ്തല്ലോ, പർച്ചേസ് ചെയ്ത സമയത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ബാലൻസ് തന്നിട്ടുണ്ട്. പാരൻറ്റ് കമ്പനിക്ക് 1,12,500 സബ്സിഡിയറി കമ്പനിക്ക് 60,000. അപ്പോൾ ഈ സബ്സിഡിയറി കമ്പനിയുടെ 60,000 രൂപ എന്ന് പറയുന്നത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അതെന്താണ്? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിന് മുൻപ് സബ്സിഡിയറിയിലുള്ള പ്രോഫിറ്റ് എന്താണോ അതിനെയാണ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സബ്സിഡിയറിയുടെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ടാണ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് വരുന്ന സമയത്ത് ആദ്യമേ നമ്മൾ എന്തൊക്കെ വർക്കിംഗ് നോട്ട് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതൊന്ന് ഓർക്കുക. അപ്പോൾ ഇവിടെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കിയില്ലേ? അതായത് എത്ര ഷെയർസാണ് അക്യൂർ ചെയ്തത്? ഇവിടെ 70% ഷെയർസ് അക്യൂർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഫുൾ ഷെയർസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടായിരുന്നു. പക്ഷേ ഇവിടെ 70% വാങ്ങിച്ചിട്ടുള്ളൂ. സോ അവിടെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഉണ്ട്. സോ ഉറപ്പായിട്ടും നമ്മൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. സബ്സിഡിയറിയുടെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അതുപോലെ ബാലൻസ് ഷീറ്റിലും ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അതായത് ഇവിടെ നമുക്ക് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല. സോ നമുക്ക് ഈ ഒരു കേസിൽ എന്ത് ചെയ്യണം? അതൊന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അതായത് ഈ നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഒരു പർട്ടിക്കുലർ ഡേറ്റ് വരെയുള്ള ബാലൻസുകളെല്ലാം എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ എസ് ലിമിറ്റഡിൻ്റെ ഇൻഡിവിജ്വൽ ബാലൻസിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ തന്നിരിക്കുന്ന 90,000 എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ ഒരു ഡേറ്റ് വരെ, ആ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഡേറ്റ് പ്രോഫിറ്റാണ് തന്നിരിക്കുന്നത്. സോ ആ ഒരു പ്രോഫിറ്റിനുള്ളിൽ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റും എല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് എമൗണ്ട് ഒന്ന് കണ്ടുപിടിക്കണം. സോ അതിൻ്റെ കാൽക്കുലേഷൻ എന്താണെങ്കിലും ചെയ്യേണ്ടി വരും. പിന്നെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ എന്താണെങ്കിലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമാണ് ഗുഡ് വിൽ അല്ലെങ്കിൽ നെഗറ്റീവ് ഗുഡ് വിൽ. അപ്പം ഗുഡ് വിൽ ആണോ നെഗറ്റീവ് ഗുഡ് വിൽ ആണോ എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേ നമുക്കറിയുള്ളൂ. ക്ലിയർ? അപ്പോൾ മിനിമം ഇത്രയും വർക്കിംഗ് നോട്ട്സൊക്കെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ നമുക്ക് ചെയ്യാനുണ്ടായിരിക്കും. അപ്പോൾ ഗുഡ് വില്ലിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് എല്ലാത്തിലും ഉണ്ടാവും. പിന്നെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് അവിടെ നമ്മൾ ഷെയർസ് പർച്ചേസ് ചെയ്തതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നോക്കുക. പിന്നെ പറയുന്നത് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല എന്ന് വെച്ചാൽ അതും കൂടി കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. പ്രോഫിറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ, അതായത് എൻഡ് ഓഫ് ദി ഇയറിൽ തന്നിട്ടുള്ള പ്രോഫിറ്റ് ഏതിലുള്ളതാണ്? ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുള്ള പ്രോഫിറ്റ് ആയിരിക്കും കേട്ടോ. അത് ടോട്ടൽ പ്രോഫിറ്റ് ആണ്. അത് 90,000 ആണ്. ഇനി നമുക്ക് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിന് പുറത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് പോലെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ത് ചെയ്യണം? ഈ ടോട്ടൽ പ്രോഫിറ്റിൽ നിന്ന് കുറച്ചാൽ നമുക്ക് പർച്ചേസ് ചെയ്തതിന് ശേഷം എത്ര പ്രോഫിറ്റ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ 90,000 നിന്ന് 60,000 ലെസ് ചെയ്യുക. ബാക്കിയാണ് നമുക്ക് കിട്ടുന്ന 30,000. അതാണ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. ഇതായിട്ട് നമ്മൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പോൾ ആദ്യമേ എന്ത് നോക്കുക? സബ്സിഡിയറി കമ്പനിയുടെ ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ എത്രയും നോക്കുക. നമുക്ക് ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുണ്ട് 1,60,000 ആണ് അവരുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ 30% അല്ലേ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിലുള്ളൂ. സോ 1,60,000ൻ്റെ 30% കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് 48,000 എന്ന് കിട്ടും. ഇനി ഈ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിന് വേറെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിന്മേലും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിന്മേലും ഇവർക്കൊരു ഷെയർ ഉണ്ടായിരിക്കും. അപ്പോൾ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് നമുക്കറിയാം 60,000 എന്ന് തന്നിട്ടുണ്ട്. ആ 60,000ൻ്റെ 30% ആർക്കുള്ളതാണ്? നമ്മുടെ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ളതാണ്. സോ 60,000ൻ്റെ 30% കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ ഈ സബ്സിഡിയറി കമ്പനിയുടെ
പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് 30,000 രൂപ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ 30,000-ന്റെ 70% മാത്രമേ പാരന്റ് കമ്പനിക്കുള്ളൂ. ബാക്കി 30% ഈ പറയുന്ന നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ആണ്. സോ 30,000-ന്റെ 30% കണ്ടുപിടിക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് 75,000 എന്ന് കിട്ടും. അത്രയാണ് അപ്പോൾ ടോട്ടൽ NCA എന്ന് പറയുന്നത്. ഗുഡ് വില്ലിൻ്റെ കാൽക്കുലേഷൻ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഗുഡ് വില്ലാണോ നെഗറ്റീവ് ഗുഡ് വില്ലാണോ എന്നുള്ളത് ചെയ്ത് വരുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ ആദ്യമേ നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ എത്രയാണെന്ന് നോക്കാം. പർച്ചേസ് കൺസിഡറേഷൻ 2 lakh അല്ലേ? അതിൽ നിന്നും ഈ പറയുന്ന പാരന്റ് കമ്പനി അക്യൂർ ചെയ്തിട്ടുള്ള ഷെയർസിൻ്റെ പെയ്ഡ് അപ്പ് വാല്യൂ നമ്മൾ ലെസ് ചെയ്യുക. സബ്സിഡിയറിയുടെ ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1,60,000 ആണ്. ഇതിൽ 70% ഷെയർസ് ആണ് പാരന്റ് കമ്പനി പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1,60,000-ന്റെ 70% എന്ന് പറയുന്നത് 1,12,000 ആണ്. ഇനി അതേപോലെ തന്നെ ഇവർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പ്രോഫിറ്റ് അവിടെ ഉണ്ടായിരുന്നല്ലോ, 60,000 രൂപ അവിടെ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ 70% ആർക്കുള്ളത് തന്നെയാണ്? പാരന്റ് കമ്പനിക്കുള്ളതാണ്. സോ എന്ത് ചെയ്യുക, ആ 60,000-ന്റെ 70% കൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് 42,000 എന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ ഷെയർസും ഈ പറയുന്ന പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിൻ്റെ ഷെയറും കൂടെ കൂട്ടുമ്പോൾ 1,54,000 ആണ് വാല്യൂ ഉള്ള അസറ്റ്സ് ആണ് ആർക്ക് കിട്ടുന്നത്? പാരന്റ് കമ്പനിക്ക് കിട്ടുന്നത്. പക്ഷേ പാരന്റ് കമ്പനി എത്ര പേയ്മെൻറ്റ് ചെയ്തു? 2 lakh അവിടെ പേയ്മെൻറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ എക്സസ് ആയിട്ട് അവിടെ പേയ്മെൻറ്റ് ചെയ്തു. അപ്പോൾ 2 lakhൽ നിന്ന് ഈ 1,54,000 കുറച്ചിട്ട് ബാക്കിയുള്ള 46,000 എന്ന് പറയുന്നത് ഗുഡ് വില്ലാണ്. ഓക്കെ, അപ്പോൾ ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യുമ്പം കൺസിഡറേഷനും ഈ പറയുന്ന നെറ്റ് അസറ്റ് അക്വേർഡും ആണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നെറ്റ് അസറ്റിൻ്റെ വാല്യൂ കുറവാണ്, പർച്ചേസ് കൺസിഡറേഷൻ ആണ് കൂടുതൽ. അതായത് പാരന്റ് കമ്പനി കൂടുതൽ ക്യാഷ് അവിടെ മുടക്കി. ഓക്കെ, സോ അതുകൊണ്ട് എന്തായിരിക്കും? ഗുഡ് വില്ലായിരിക്കും. അല്ലാന്ന് വെച്ചാൽ നേരെ തിരിച്ചാണെങ്കിൽ നെഗറ്റീവ് ഗുഡ് വില്ലായിരിക്കും കേട്ടോ. ഈ ഒരു കേസിൽ ഗുഡ് വില്ലാണ് വന്നത്. കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. അത് സിമ്പിളാണ്. ഒന്നും അറിയില്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്താൽ മതി? പാരന്റ് കമ്പനിയുടെയും സബ്സിഡിയറിയുടെയും ബാലൻസ് ഷീറ്റിലുള്ള ഐറ്റംസ് തമ്മിലൊന്ന് ജസ്റ്റ് ആഡ് ചെയ്തിട്ടെങ്കിലും വെക്കാൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവണം. ഓക്കെ, അത്രയും ചെയ്താൽ മതി. പിന്നെ ചില ഐറ്റംസ് എടുക്കില്ല, അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. ആദ്യമേ ക്വസ്റ്റ്യനിലെ ബാലൻസ് ഷീറ്റിലേക്ക് പോവുക. അവിടെ അസറ്റാണ് തന്നിരിക്കുന്നത് അല്ലേ? ടാഞ്ചിബിൾ അസറ്റ് ഉണ്ട്. അപ്പോൾ ഈ P ലിമിറ്റഡിൻ്റെയും S ലിമിറ്റഡിൻ്റെയും അസറ്റ്സ് നമ്മൾ ആഡ് ചെയ്യുക. ഓക്കെ, ടോട്ടൽ അസറ്റ് എടുത്തോളൂ. അസറ്റ്സ് ടോട്ടൽ അങ്ങനെ 2 എമൗണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 7,20,000 എന്ന് കിട്ടും. ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ S ലിമിറ്റഡ് ആണ് അല്ലേ? ക്വസ്റ്റ്യനിലെ ബാലൻസ് ഷീറ്റിൽ. അപ്പോൾ അത് നോക്കുക, അത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പാരന്റ് കമ്പനി സബ്സിഡിയറി കമ്പനിയിൽ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണിത്. സോ അവർ തമ്മിൽ പരസ്പരം നടത്തിയിട്ടുള്ള ഇൻറ്റേർണൽ ട്രാൻസാക്ഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു ഐറ്റമാണിത്. അപ്പോൾ ഈ പാരന്റ് കമ്പനിയും സബ്സിഡിയറി കമ്പനിയും പരസ്പരം നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? എലിമിനേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അത് നമ്മൾ ഇവിടെ എഴുതാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ള കാര്യം നമ്മൾ ഒരിക്കലും കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ നമുക്ക് കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളവിടെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ എടുക്കേണ്ട ആവശ്യമേ ഇല്ല. ഓക്കെ, അത് പിന്നെ നമ്മൾ ഓൾറെഡി എവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്? ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അത് എടുക്കേണ്ട ആവശ്യമില്ല. ഏതൊരു കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റും അങ്ങനെ ഓർക്കണം. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സബ്സിഡിയറി കമ്പനി നമ്മളവിടെ കാണിക്കേണ്ട ആവശ്യമില്ല. ഇനി ക്വസ്റ്റ്യനിലെ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ വേറെ ഒന്നും തന്നെ ഇല്ല അല്ലേ? വേറെ ഐറ്റംസ് ഒന്നും തന്നെ ഇല്ല. ഇനി നമ്മൾ വർക്കിംഗ് നോട്ട് ചെയ്ത സമയത്ത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഗുഡ് വില്ലാണ് കിട്ടിയത്. ഗുഡ് വില്ല് എന്ന് പറയുന്ന ഒരു അസറ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അസറ്റ് സൈഡിൽ ഗുഡ് വില്ലിനെ കാണിക്കുക. ഓക്കെ, അപ്പോൾ വർക്കിംഗ് നോട്ട് പ്രകാരം നമുക്ക് കിട്ടിയിട്ടുള്ള ഗുഡ് വില്ല് കാണിക്കുക. ദെൻ ടോട്ടൽ ചെയ്യുക. നമുക്ക് ടോട്ടൽ അസറ്റ്സിൻ്റെ വാല്യൂ കിട്ടും 7,66,000. അടുത്തതായിട്ട് നമുക്ക് ഈക്വിറ്റി ആൻഡ് ലയബിലിറ്റി പാർട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈക്വിറ്റി ആൻഡ് ലയബിലിറ്റിയിൽ ആദ്യമേ എന്താണ്? ക്വസ്റ്റ്യനിൽ ഈക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അല്ലേ? ഈക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, പാരന്റ് കമ്പനിയുടെ ഈക്വിറ്റി ക്യാപിറ്റൽ മാത്രം നമ്മളിവിടെ എഴുതിയാൽ മതി. സബ്സിഡിയറിയുടെ നോക്കേണ്ട ആവശ്യമില്ല. പാരന്റ് കമ്പനിയുടെ ഈക്വിറ്റി ഷെയർ ക്യാപിറ്റൽ മാത്രം നമ്മളവിടെ റെക്കോർഡ് ചെയ്താൽ മതി. പാരന്റ് കമ്പനിയുടെ ഈക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത് 4 lakh ആണ്. 4 lakh എഴുതുക. അതിന് അടുത്ത ഐറ്റം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് അല്ലേ? അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ്, പാരന്റ് കമ്പനിയുടെ പ്രോഫിറ്റ് നിലവിൽ എത്രയുണ്ട്? 1,80,000 ഉണ്ട് ക്വസ്റ്റ്യനിലെ ബാലൻസ് ഷീറ്റിൽ. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സബ്സിഡിയറി കമ്പനിയുടെ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 30,000 ആണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ 30,000-ൽ എത്ര ശതമാനമാണ് ആർക്കുള്ളത്? 70% ആണ് പാരന്റ് കമ്പനിക്കുള്ളത്. സോ പാരന്റ് കമ്പനിയുടെ ഷെയർ മാത്രം നമ്മൾ ഇതിനോടൊപ്പം ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് നമ്മുടെ പാരന്റ് കമ്പനിയുടെ പ്രോഫിറ്റിനോടൊപ്പം പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിൻ്റെ ഷെയർ കൂടി ആഡ് ചെയ്യുക. അപ്പോൾ 30,000-ന്റെ 70% കൂടി ആഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ടോട്ടൽ എമൗണ്ട് എഴുതുക. ഇനി നമുക്ക് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് നോൺ കറണ്ട് ലയബിലിറ്റി ആയിട്ടാണ് കാണിക്കേണ്ടത് കേട്ടോ. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എപ്പോഴും നോൺ കറണ്ട് ലയബിലിറ്റിയുടെ ആ ഒരു ഹെഡിൻ്റെ അണ്ടറിലാണ് കാണിക്കേണ്ടത്. സോ നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ അതുണ്ടല്ലോ. സോ അടുത്തതായിട്ട് എന്ത് ചെയ്യുക? നോൺ കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ട് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് നമുക്ക് എത്രയാണ് കിട്ടിയത്? 75,000 ആണ് കിട്ടിയത്. അതങ്ങനെ റെക്കോർഡ് ചെയ്യുക. ഇനി ബാലൻസ് ഷീറ്റിലാകെ കറണ്ട് ലയബിലിറ്റി മാത്രമേ ഉള്ളൂ. ഓക്കെ, കറണ്ട് ലയബിലിറ്റി
എളുപ്പമാണ്. രണ്ട് കമ്പനിയുടെയും പാരൻറ്റിൻ്റെയും സബ്സിഡിയറിയും കറണ്ട് ലൈബിലിറ്റിയുടെ ടോട്ടൽ ചെയ്യുക. അപ്പോൾ 60,000 പ്ലസ് 30,000 ചെയ്യുക, 90,000 കിട്ടും. ഇനി ലൈബിലിറ്റി സൈഡിലുള്ള ഐറ്റംസ് എല്ലാം തന്നെ ടോട്ടൽ ചെയ്യുക. അപ്പോൾ നമുക്ക് ടോട്ടൽ 7,66,000 എന്ന് കിട്ടും.